ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പെറ്റിക്കോട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ബിഗിനേഴ്സിനൊക്കെയുള്ള ഒരു വീഡിയോ ആണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെറ്റിക്കോട്ട് സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 2 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 മീറ്റർ ക്ലോത്ത് കൊണ്ട് നമുക്ക് ഒരു ഷിമ്മിയൂടെ കിട്ടുവേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പം 2 മീറ്റർ ക്ലോത്തിനെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വിഡ്ത്ത് രണ്ടായിട്ട് അതിനെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്ത് മതിയേ. അങ്ങനെയായിരിക്കണം നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ക്ലോത്തിനെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതിനെല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ്. അപ്പം പ്ലേലിസ്റ്റ് നോക്കി യൂണിഫോം വീഡിയോസ് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഇത് നോക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് നോക്കിയല്ല ചെയ്യേണ്ടത്, നമുക്ക് വേറൊരു വീഡിയോ കുറേ പ്ലേലിസ്റ്റിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ ടോപ്പ് പോർഷനിൽ, അതായത് യോക്ക് വരുന്നിടത്തുള്ള ലെങ്ത് എടുക്കുക. അത് നമ്മളുടെ ഓരോരുത്തരുടെയും പൊക്കം അനുസരിച്ച് നമ്മൾ അതിൻ്റെ അളവെടുത്തോണേ. അപ്പം നമ്മൾക്ക് വേണ്ട മെഷറെല്ലാം നമ്മളിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ടോട്ടൽ ഷോൾഡറിനെ 2 കൊണ്ട് ഡിവൈഡ് കിട്ടിയതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 ഇഞ്ചെന്ന് കിട്ടും. ആ 7 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ആം ഹോളാണ്. ആം ഹോൾ നമുക്ക് ഒരു 7 ഇഞ്ച് വരെ, 6 ഇഞ്ചായിരിക്കും നമ്മൾ മിക്കവാറും നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളിതിന് നമ്മുടെ പെറ്റിക്കോട്ടിന് ഒരു 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ 2.5 ഇഞ്ച് നമ്മൾ നെക്കിന് കൊടുക്കുന്നു. ഇനി ഒരു 6-6.5 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാവേ നെക്കിന് ലെങ്ത്. അതും ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ 6 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ ലെങ്ത്. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗം ഇങ്ങനെ വരയ്ക്കുന്നു. പിന്നെ നമുക്കിതിപ്പം നമ്മളൊരു റൗണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നെക്കൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്യാവേ. വീനൊക്കെ വേണമെങ്കിൽ അത് ചെയ്യാം. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ മുകളിൽ കൊടുത്തിരിക്കുന്നത് തന്നെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ടക്ക് ഇടണം, അതിന് വേണ്ടിയുള്ളതുകൂടെ കൂട്ടി നമ്മൾ ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ചോളം ടക്ക് ഇടുന്ന രീതിയിലായിരിക്കണം നമ്മൾ വിട്ട് കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മളിതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ആം ഹോൾ നമ്മളിതുപോലെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഈ ഒരു കോർണറിൽ ഒരു 1.5 ഇഞ്ച്, 1.5യോ 2 വരെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവേ. നമ്മളിപ്പോൾ ഒരു 1.5 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഓവൽ ഷേപ്പ് സൈഡിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുവഴി നമ്മളിങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിപ്പം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കൂടുതൽ നമ്മളിപ്പോൾ ആ ഒരു ഉള്ള വിഡ്ത്തിൽ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ സീം അലവൻസ് വരെയുള്ളതേ വിഡ്ത്ത് എടുക്കുന്നുള്ളൂ. ആ രീതിയിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ടായിട്ട് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടതിൻ്റെ മുകളിലേക്ക് ഇതേ കറക്റ്റ് അളവ് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരേപോലെ കിട്ടുവേ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ആം ഹോൾ വരെയൊക്കെ എല്ലാ അളവും ഒരേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ നമ്മുടെ നെക്കിന് ഒന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ സെയിം ഫ്രണ്ട് പോർഷൻ്റെ അളവ് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ 1 ഇഞ്ച് കുറച്ച് 5 ഇഞ്ചാണ് നമ്മളിപ്പം ബാക്ക് പോർഷന് കൊടുക്കുന്നത്. അത് നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. നമ്മൾ ഫ്രണ്ട് പോർഷന് 6 ഇഞ്ച് ലെങ്തും ബാക്ക് പോർഷന് 5 ഇഞ്ച് ലെങ്തുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ടാണ് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഇങ്ങനെയൊന്ന് സ്ലാൻ ലൈനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ടോപ്പ് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചേ. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മുടെ ഷോൾഡറിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ടായിരിക്കണം ചെയ്തെടുക്കേണ്ടത്. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്ത് കൊടുത്തോണേ. നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ 2 ടൈംസ് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വളരെ സ്ലോയിൽ നമ്മൾ കുറേശ്ശെ എടുത്ത്, ഒരുപാട് എടുക്കണ്ട, കുറേശ്ശെ എടുത്ത് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തായിരിക്കണം നമ്മളുടെ പെറ്റിക്കോട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ കുറേശ്ശെ ആയിരിക്കണം
നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. അതേപോലെ വളരെ സ്ലോയിലായിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗവും ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മളുടെ വീഡിയോയിൽ വളരെ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുറേശ്ശെ എടുത്ത് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം അടുത്തത് മടക്കി കൊടുക്കുക. എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടുകയും ചെയ്യുവേ. ആ രീതിയിൽ നമ്മളിപ്പോൾ ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നമുക്കൊരു ഇൻസ്റ്റയുണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇതിൻ്റെ സൈഡും നമ്മളുടെ ആം ഹോൾ ഭാഗം വരുന്നുണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ 2 ടൈംസ് ഫോൾഡ് ചെയ്ത് സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വേറെ ഇതിൽ തന്നെ അങ്ങ് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുളുക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേശ്ശെ ആയിട്ട് എടുത്തായിരിക്കണം മടക്കി കൊടുത്ത് ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ബാക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടുവേ. ഒട്ടും ചുളുക്കമൊന്നും വരാത്ത രീതിയിൽ അതേ മെത്തേഡിൽ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തതിന് ടക്കിട്ട് കൊടുക്കണേ. ഇത് നമുക്ക് ഓപ്ഷനല്ല, ടക്കിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 4 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. 2 സൈഡിലേക്ക് നമുക്ക് 1/2 ഇഞ്ചോ ഓരോ ഇഞ്ചോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഇങ്ങനെ 2 സൈഡിലും കൊടുത്തിരിക്കുകയാണ്. മുകളിലേക്ക് ഒരു 3.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 വശത്തും നമ്മൾ ഇതുപോലെ ടക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കും, അതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് ടക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആ സ്മോൾ കട്ട് വീണിട്ടുണ്ട്, അതുവഴി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പം 2 വശവും ഇതുപോലെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ ടോപ്പ് പോർഷൻ ഏകദേശം റെഡിയായി ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ബാക്കി ക്ലോത്ത് 2 മീറ്ററിൻ്റെ ബാക്കി ക്ലോത്തിനെ എടുത്ത് നമ്മൾ ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ 2ആയിട്ട് മടക്കി കൊടുക്കുമ്പം വേണ്ട ലെങ്ത് എത്രയാണോ അത്രയും മതി നമുക്ക്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലോത്തിനെ ഇതുപോലെ 2ആയിട്ട് നമ്മളിങ്ങനെ വിഡ്ത്ത് വൈസിൽ മടക്കി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ കൂടുതൽ ലെങ്താണ് വേണ്ടതെങ്കിൽ നമ്മൾ നിവർത്തിയിട്ട് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അത് നോക്കി കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ 2ആയിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ 1 മീറ്റർ ലെങ്താണ് മുറിച്ചെടുക്കുന്നത്. ഈ ഒരു 2 മീറ്ററിൽ നിന്ന് നമ്മൾ 1 മീറ്റർ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് ചുരുക്കിൻ്റെ ആവശ്യമില്ല. ഒരുപാട് ചുരുക്ക് വേണമെങ്കിൽ ഈ ഒരു മുഴുവൻ ഇട്ട് അങ്ങ് ചെയ്തോണേ. നമുക്കിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തു. ഇനി നമ്മൾ ആ വിഡ്ത്തിനെ മടക്കി കൊടുത്തില്ലേ, ആ ഒരു ഭാഗത്തേയും നമ്മൾ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ 2 പീസസ് ആയിട്ട് കിട്ടുവേ. അപ്പോൾ ഈ ഓരോ പീസസിലും നമ്മൾ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതിന് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് 1 മീറ്റർ വിഡ്ത്തേ കൊടുത്തിട്ടുള്ളൂ. ലെങ്ത് നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ ഓരോരുത്തരുടെ ആവശ്യം എത്രയാണോ അത് വെച്ച് എടുത്തോണേ. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു വിഡ്ത്തിലേക്ക് നമ്മുടെ ടോപ്പിൻ്റെ വിഡ്ത്തിലേക്ക് നമ്മളിങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ചുരുക്കമൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇതിൽ കൂടുതൽ നമ്മുടെ ക്ലോത്തിന് എടുത്തോണം. അപ്പം നമ്മൾക്കിപ്പം അത്യാവശ്യം ഇതുപോലെ കുറഞ്ഞ ചുരുക്കിൽ മതി. അപ്പം എന്നാലും ഒരു കുഴപ്പമില്ല, പെറ്റിക്കോട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ രീതിയിൽ ചെയ്തെടുത്ത് നമ്മുടെ ബോട്ടം ഭാഗമൊക്കെ ഒന്ന് 2 ടൈംസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു 2 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്കൊരു പെറ്റിക്കോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒരു സാധാരണ ആൾക്കാർക്ക്, കുട്ടികൾക്കല്ല കേട്ടോ, അഡൽട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അഡൽട്ടിനൊരു ഷിമ്മിയും തയ്ക്കാവേ. അപ്പോൾ ഷിമ്മിയുടെ വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇറക്കം ലെങ്ത് അനുസരിച്ചാണ്. ഒരുപാട് ലെങ്ത് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണമൊക്കെ തയ്ക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 2 പെറ്റിക്കോട്ടൊക്കെ ചെയ്തെടുക്കാവേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.